പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച ജി ബില്ലിൽ ഇന്ന് വീണ്ടും ചർച്ച. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയുള്ള പുതിയ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും. ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് കോൺഗ്രസ്. ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തണമെന്ന് ഇടതു പാർട്ടികളും ആഹ്വാനം ചെയ്തു. ലോക്സഭയിൽ അവതരിപ്പിച്ച പുതിയ ആണവോർജ്ജ ബില്ലും ഇന്ന് ചർച്ച ചെയ്യും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഈ പറയുന്ന നരേഗയുടെ പേര് മാറ്റി എന്നത് മാത്രമല്ല പ്രശ്നം, അടിമുടി അതിന്റെ സത്ത മാറ്റി ഒരുപാട് കോടിക്കണക്കിനായ മനുഷ്യന്മാർക്ക് ആശ്വാസമായ പദ്ധതിയെ തന്നെ കഴുത്തറത്ത് ഇല്ലാതാക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ മാത്രമല്ല BJP സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണോ അതിൽ കൂടുതൽ ചർച്ചകൾക്കും ഒരുപക്ഷെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിമർശനങ്ങൾ ഉൾക്കൊള്ളാം എന്ന് കേന്ദ്രം തീരുമാനിക്കുന്നത്? ബൽറാം, ഹഷ്മി, ഈ ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നിരുന്നു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയും ഒപ്പം ആ പേരിന് മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കി ചുരുക്കെഴുത്തിൽ ജി എന്ന ബില്ല് ടൈറ്റിൽ നൽകിയിരിക്കുന്ന ബില്ല് അവതരണത്തിൽ അതിന്റെ പേര് മാറ്റത്തെ അടക്കം ശക്തമായ എതിർപ്പ് ഉയർന്നു. പേരുമാറ്റത്തോടൊപ്പം തന്നെ ഏറ്റവും വിവാദമായത് ബില്ലിന്റെ ഘടനയെ തന്നെ മാറ്റി ഈ തൊഴിൽ ഒരു അവകാശം എന്നത് മാറ്റിക്കൊണ്ട് ഒരു കേന്ദ്ര പദ്ധതിയാക്കി മാറ്റുകയും ഈ പദ്ധതിയുടെ 40% വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണം എന്ന നിബന്ധന അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഒപ്പം ഇതിലെ തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ ദിനങ്ങൾ സംബന്ധിച്ച് പോലും ചില മാർഗനിർദ്ദേശങ്ങൾ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഇതിന്റെ സ്വത്വത്തെ നശിപ്പിക്കും ആണ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സർക്കാർ 100-ൽ നിന്നും 125 തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുന്നു എന്ന പ്രധാന ആകർഷണം മാത്രമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉയർത്തിക്കാണിച്ചത്. ഈ ബില്ല് അവതരണത്തെ പ്രതിപക്ഷം ശക്തമായി എതിർത്തെങ്കിലും ബില്ല് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയായിരുന്നു. ഇന്ന് കോൺഗ്രസ് രാജ്യവ്യാപകമായി തന്നെ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പാർലമെന്റിനകത്തും ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഇന്ന് സഭ സമ്മേളിക്കുന്നതിന് മുമ്പായി ചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗത്തിലും അത്തരത്തിലുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ നിർണായകമായ വിഷയം എന്നുള്ളത് ഈ BJP NDA സംസ്ഥാനങ്ങൾ നിന്ന് പോലും ഈ ബില്ലിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബില്ലിലെ 40% സംസ്ഥാന വിഹിതം എന്ന വ്യവസ്ഥ തന്നെയാണ് പ്രധാനമായും NDA സംസ്ഥാനങ്ങളുടെ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബില്ല് JPCക്ക് വിടും എന്ന ഒരു ആശയവിനിമയം ഈ സംസ്ഥാനങ്ങളുമായി കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇന്ന് ബില്ല് ചർച്ചയ്ക്ക് വരും എന്ന ഘട്ടത്തിൽ ശക്തമായി എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷ അംഗത്തിന്റെ തീരുമാനം. അതിന് തയ്യാറായി തന്നെ കോൺഗ്രസ് ലോക്സഭാംഗങ്ങൾക്ക് 3 ദിവസത്തേക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഇന്ന് സഭാതലം സാക്ഷ്യം വഹിക്കും. അതിനോടൊപ്പം തന്നെ ബൽറാമി, നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന പ്രകാരമുള്ള കേസ് പരിഗണിക്കാൻ കോടതി വിസമ്മതിക്കുന്നത് അത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഡൽഹി കോടതി പറയുന്നത്. അത് ഏത് രീതിയിലാണ് പാർലമെന്റ് ശ്രദ്ധയിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവരിക? കാര്യം അത് ഒരുപാട് പഴികേട്ടൊരു കേസ് കൂടിയാണല്ലോ അത്. ബൽറാം, തീർച്ചയായും ഹഷ്മി, ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി തന്നെ സഭാ കവാടത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ വലിയ പ്രതിഷേധം തന്നെ ഈ വിഷയം നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കൊണ്ട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുന്നു. അവരെ ബൽറാം നെടുങ്ങാടി ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. സത്യമേവ ജയതേ ട്രൂത്ത് പ്രൊവൈൽസ് എന്ന ബാനറൊക്കെ ഉയർത്തിയാണ് നാഷണൽ ഹെറാൾഡ് കേസിലെ അവരുടെ പ്രതിരോധം. ആ കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞ കാര്യം. അതിന്റെ ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ PMLA ഒന്നും അതിനകത്ത് നിൽക്കില്ല എന്നാണ് കോടതി തന്നെ പറഞ്ഞത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കേസ് കോടതി ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുഖത്തേറ്റ പ്രഹരം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.